അസ്സലാമലൈക്കും. എന്തുണ്ട് കൂട്ടുകാരെ, സുഖമായിരിക്കുന്നു? ഞാനേ 2-3 പച്ചമുളകും തൈ കുരുവാവി പിടിപ്പിച്ചിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം തയ്യണം. അപ്പോൾ ഇതിൽ ഇത്തിരി വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് തൊട്ട് തലോടിയൊക്കെ ഇരിക്കും. കൈ വളരണോ കാല് വളരണോ എന്ന് നോക്കാനായിട്ട് പാട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങി ഇതിനെ നോക്കി എൻ്റെ കൃഷികളൊക്കെ ഒന്ന് നോക്കി വേപ്പിലയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് പോകുമ്പോൾ ഒക്കെ കെട്ടി വലിച്ച് കൊണ്ടുപോകണം കേട്ടോ. എന്നാലും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചമുളക് വേപ്പിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വേദനയുടെ ഗുളിയൊക്കെ എടുത്ത് കഴിച്ചപ്പോൾ ഇത്തിരി വേദനയ്ക്ക് കുറവുണ്ട്. അപ്പോഴൊന്ന് പുറത്തിറങ്ങിയത് ഒരു ഗുളി അങ്ങനെ തന്നെ എടുത്ത് കഴിച്ച് 2 തരിക. അപ്പോൾ അധികമൊന്നും കഴിക്കേണ്ട, പകുതി മതി എന്ന് പറഞ്ഞതൊന്ന് ഞാൻ 1 കഴിച്ചു. ഇനിയിപ്പോൾ വല്ല കിഡ്നിയൊക്കെ അടിച്ച് പോവാവുക. ഇനി അതിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ. ബാക്കി എല്ലാ വക രോഗങ്ങളും ഉണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും രോഗങ്ങൾ കൂടി വരുന്നതല്ലാണ്ട് കുറയണില്ല. പിന്നെ കുറച്ച് നേരം ഇത്തിരി ചായയും വെള്ളമൊക്കെ കുടിച്ചിരുന്നിട്ട് കുറച്ച് ദിവസമായി ഷാജിയുടെ കഥകളൊക്കെ കണ്ടിട്ട്. ഞാൻ തുടക്കേ മുതൽ അതൊക്കെ കാണാറുള്ളതെന്നു. ഇപ്പം മിനിയാന്നൊന്ന് എടുത്തുങ്ങായിട്ട് വീഡിയോ ഇത്തിരി ഒന്ന് നോക്കി. അപ്പോൾ ആ കുട്ടിയുടെ കഥകൾ എന്താണെന്നൊക്കെ ഒന്ന് അറിയാലോ എന്ന് വെച്ചിട്ട് നോക്കിയതാണ്. എൻ്റെ ജീവിതത്തിനോട് സംബന്ധിച്ചൊരു ജീവിതം തന്നെ ഉണ്ടല്ലോ അതിൻ്റേതും എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ ആ കുട്ടി കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ അറിയാമെന്ന് നോക്കിയത്. അപ്പം കല്യാണം കഴിച്ചില്ല എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് ആകെ ഒരു ഡൗട്ടായി. ഇനിയിപ്പോൾ ഇത് കല്യാണം കഴിച്ചില്ലേ എന്നുള്ളൊരു ഡൗട്ട് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നു ഞാൻ ഇവിടെ. പിന്നെ അള്ളാഹിനോട് 24 മണിക്കൂറും ദുആ ചെയ്തിരിക്കും. എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യം പരിഗണിക്കാൻ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് വാടകയ്ക്കൊക്കെ താമസിച്ച് മക്കളൊക്കെ നോക്കി ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് അനുഭവിച്ച് നിൽക്ക്. ഞാനിപ്പോൾ വന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉള്ളവർക്കൊക്കെ വീടില്ലാത്തവർക്കൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കി കൊടുക്കട്ടെ. ഒരുപാട് കാലങ്ങൾ വാടകയ്ക്ക് താമസിച്ച് അലഞ്ഞ് തിരിഞ്ഞ് മക്കളെ നോക്കി അലഞ്ഞ് തിരിഞ്ഞ് കെട്ടിയവനൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത പാവപ്പെട്ടവരൊക്കെ നിങ്ങളവിടെ നിൽക്കും. ഞാനിപ്പോൾ വന്ന ആൾക്കാരെ ഒക്കെ നോക്കി എടുക്കണുള്ളൂ. പെട്ടെന്ന് ആക്കി കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പം നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കാര്യങ്ങളും ഈ നാട്ടിലുള്ള നല്ലവരായ ജനങ്ങളും അള്ളാഹുവും പരിഗണിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങൾ ഉള്ളൂ. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾക്കുണ്ട് ആയിട്ടിരിക്കുന്നു. അതിൻ്റെ പേരിലാണ് എല്ലാവരും എല്ലാവരും നമ്മളെ പാവപ്പെട്ട നമ്മളെയൊക്കെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇത് കാണുന്നവർ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും കിട്ടാനായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പാവപ്പെട്ട ഞങ്ങളാണ്.